അസ്സലാമു നമസ്കാരം. ഇന്ന് കുട്ടീസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചില്ലി പൊറോട്ടയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് പൊറോട്ടയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിലും പൊറോട്ടയ്ക്കൊക്കെ കറി ഇല്ലാതെ വന്നാലും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ല സ്പൈസിയുമാണ്, ക്രിസ്പിയുമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 പൊറോട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ പൊറോട്ട ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പൊറോട്ട നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ഒരു സവാള മീഡിയം സൈസ് ഇതളാക്കി കട്ട് ചെയ്തെടുത്തത്, ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബാക്കി കട്ട് ചെയ്തെടുത്തത്. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴേക്കും ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, സോയ സോസ് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ വിനെഗർ, ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മിക്സാക്കി കഴിയുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ലോ ആക്കി കൊടുക്കണം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പൊറോട്ട ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗ്രേവി എളുപ്പം അങ്ങ് വറ്റിപ്പോവും. അങ്ങനെ ക്രിസ്പി സ്പൈസി ആയിട്ടുള്ള ചില്ലി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.